ഹലോ ഗൈസ്, ഈ പുള്ളി പറയുന്നൊന്ന് കേട്ടോക്കെ. ആളാരാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ പുള്ളി പറയുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് കേട്ടോക്കെ. രാത്രികാലങ്ങളിലെ നമ്മുടെ പ്രൈം ടൈം കവർന്നെടുത്ത് ആക്രോശിക്കുന്ന മാധ്യമ സിംഹങ്ങൾ ഈ ഇലക്ഷൻ റിസൾട്ടിനെ പറ്റി ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. ഇലക്ഷൻ കമ്മീഷനെ കയ്യിലൊതുക്കി വോട്ടിംഗ് മെഷീൻ അട്ടിമറിയിലൂടെയാണ് BJP ജയിക്കുന്നതെന്ന് പറഞ്ഞ് വിലപിക്കുന്നവർ ഈ റിസൾട്ടിൽ മൗനമാണ്. എന്താണ് റിസൾട്ട്, ഏതാണ് റിസൾട്ട്, എവിടുന്നാണ് ഈ റിസൾട്ട് എന്നല്ലേ? ഒരു മാസ് മെഗാ പടത്തിന്റെ എല്ലാ ഫീലോടും കൂടിയ ഒരു ഇലക്ഷൻ റിസൾട്ട് അങ്ങ് പഞ്ചാബിൽ നിന്ന് വരുന്നു. പഞ്ചാബ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കുള്ള ഇലക്ഷനിൽ 3150 സീറ്റിൽ, അത് ബ്ലോക്ക് ജില്ലാ തലങ്ങളിൽ 1750 സീറ്റുകൾ നേടി ആം ആദ്മി പാർട്ടി അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും BJPക്ക് 78 സീറ്റുകൾ മാത്രം. ഇതിലെ രസം എന്താണെന്നറിയാമോ? അവിടെ ഇലക്ഷൻ നടക്കുന്നത് വോട്ടിംഗ് മെഷീനിലൂടെ അല്ല, ബാലറ്റ് പേപ്പറിലൂടെയാണ്. കഴിഞ്ഞ 2 ദിവസമായി അതിന്റെ കൗണ്ടിങ് നടക്കുകയാണ്. കേരളത്തിലും ഇത് ചെയ്യാൻ പറ്റും, പക്ഷേ ചെയ്യില്ലല്ലോ. അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? അതത് സ്റ്റേറ്റുകൾക്ക് ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കുള്ള ഇലക്ഷനിൽ അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. വോട്ടിംഗ് മെഷീൻ വേണോ, ബാലറ്റ് വേണോ? BJPയെ തോപ്പിക്കാൻ പഞ്ചാബിൽ ഭഗവത് മന്നിന്റെ സർക്കാർ തീരുമാനിച്ചു, ബാലറ്റ് പേപ്പർ മതിയെന്ന്. BJP 8 നിലയിൽ പൊട്ടുന്ന കാഴ്ച. എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ.